ആദ്യം വി വസീഫിലേക്കാണ് പോകുന്നത്. വസീഫ് നോക്കൂ, സംസ്ഥാനത്തുടനീളം നടന്ന വ്യാപകമായ തട്ടിപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ കൂടിയാണ് പുറത്തു വരുന്നത്. നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് അത് ലാലി വിൻസെന്റിനെതിരെ എടുത്ത കേസിലൂടെ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെ ആ നിലയിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവരാകട്ടെ അഭിഭാഷക എന്ന നിലയിലുള്ള ഇടപെടലാണെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ എൻ രാധാകൃഷ്ണൻ ചിത്രത്തിലേക്ക് വരുന്നുണ്ട്. അത് ഒരു കേസിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ പോലും സ്വാഭാവികമായും ഇത്ര വലിയൊരു തട്ടിപ്പ് നടക്കുമ്പോൾ ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഒറ്റയ്ക്ക് ചെയ്യാനാകുന്നതല്ല അത് എന്നുള്ളത് സാമാന്യ യുക്തിയാണ്. ആ നിലയിൽ വലിയ പിന്തുണ രാഷ്ട്രീയ രംഗത്തു നിന്നും നേതാക്കളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അനന്തകൃഷ്ണന് എന്ന് കരുതുന്നുണ്ടോ? ഇവിടെ നമ്മൾ കേരളത്തിലെ മലയാളികൾ എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലിലാണുള്ളത്. വലിയ ഒരു പ്രയാസം നമുക്കൊക്കെ തോന്നുക. ഇങ്ങനെ വ്യാപകമായി ജനങ്ങളിൽ നിന്ന് കള്ളം പറഞ്ഞ് തെറ്റിദ്ധാരണയുണ്ടാക്കി പണം കൈക്കലാക്കിയിട്ട് വലിയ തട്ടിപ്പ് നടത്തുക. 1-2 രൂപയല്ല, 1000 കോടിയോളം രൂപയാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണോ ഉള്ളത്, ആരൊക്കെയാണോ ഇതിൽ പങ്കുള്ളത്, അവരെ എല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. മേലിൽ ഇതുപോലെ ഒരു തട്ടിപ്പ് ഉണ്ടാവാത്ത തരത്തിലുള്ള മാതൃകാപരമായ ഇടപെടലുണ്ടാകണം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു CSR ഫണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ കോൺഗ്രസ് നേതാവിൻ്റെ പേര് പറഞ്ഞു. ഞങ്ങളാരെയും മറ്റൊരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക് അങ്ങനെ പോകണം ഈ വിഷയത്തിൽ എന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞതിൽ ഒരുപാട് വസ്തുതകളുണ്ട്. ഇങ്ങനെ ഇത്രയും കാലം വളരെ അടുപ്പത്തിൽ ഇടപെട്ടിട്ട് ഈ ഒരു തട്ടിപ്പിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ചെറിയ സംശയമുണ്ട്. കാരണം അത്രയധികം പരാതികളൊക്കെ ഇവരുടെ അടുത്ത് തന്നെ വന്നു ഈ ലാലി വിൻസെൻറ്റിൻ്റെ കയ്യിൽ എന്നൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു സമഗ്ര അന്വേഷണം ആവശ്യമുണ്ട്. വളരെ കൃത്യമായി ഈ അന്വേഷണം നടത്തി പണം നഷ്ടപ്പെട്ടവർക്ക് പണം കിട്ടുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തണം. ആരൊക്കെയാണോ ഇതിന് പിന്തുണയായി കൊടുത്തത്, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അനന്തു മാത്രമാണോ, അല്ല ഇതിൽ വേറെ മറ്റു പല ഇടപാടുകാർ ഉണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. കാരണം അത്രയും വിപുലമായ സംവിധാനമാണ് ഇതിനകത്ത് ഉണ്ടാക്കിയത്. ഓരോ പ്രദേശത്തും പഞ്ചായത്ത് മെമ്പർമാർ, റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാർ, മുൻ പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവരെയൊക്കെ വെച്ച് ഒരു വലിയ ടീം തന്നെ സൃഷ്ടിച്ച് അതിലൂടെയാണ് ഈ വിശ്വാസ്യത നേടിയെടുത്ത് ഈ ഒരു തട്ടിപ്പിലേക്ക് പോകുന്നത്. കുറച്ച് പേർക്കൊക്കെ ഇവരുടെ ഇതിപ്പോൾ വാഹനങ്ങൾ കൊടുക്കുക, കാർഷിക ഉപകരണങ്ങൾ കൊടുക്കുക, കർഷകരെ സഹായിക്കുക, അതിൽ ചിലതൊക്കെ ചെയ്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വലിയ പ്രചരണം നടക്കുമ്പോൾ മറ്റുള്ളവരും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യും, ഇത് ഒരു ജെന്യുവിൻ കേസാണ്, ഇതൊരു ശരിക്കുള്ള അല്ലെങ്കിൽ കിട്ടുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇടപാടാണ് എന്നങ്ങ് വിശ്വസിച്ച് പോവുകയാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരായാലും പൊതുപ്രവർത്തകരായാലും സന്നദ്ധ പ്രവർത്തകരായാലും ഒക്കെ മേലിലും ഇതുപോലെയുള്ള ഇടപാടുകളുമായി ബന്ധപ്പെടുമ്പോൾ, ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ കൂടുതൽ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട്. ഇതിലിപ്പോൾ ഫോട്ടോ പെട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വിതരണം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ജനപ്രതിനിധികളും മറ്റുമൊക്കെ ഇതിൻ്റെ ഒരു വിതരണ ചടങ്ങിൽ ഒക്കെ പങ്കെടുത്തു എന്നൊക്കെ വരാം. അത് ആ നാട്ടിൽ കുറേ പേർക്ക് ബൈക്ക് കൊടുക്കുന്നു, കർഷകർക്ക് ഉപകരണങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കൊടുത്തു എന്നൊക്കെ വരാം. പക്ഷേ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ രാധാകൃഷ്ണൻ്റെതൊക്കെ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫൗണ്ടേഷനും ഈ ഫൗണ്ടേഷനും തമ്മിൽ ഒരു യോജിച്ച കരാറിലെത്തി എന്നുള്ളതാണ്. അങ്ങനെ ഒരുമിച്ച് ഈ പ്രവർത്തനത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് ഗൗരവമുള്ളതാണ്, പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് ഡോക്ടർ സരിൻ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട്, വലിയൊരു ആക്ഷേപം. അത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിൽ ആ ആക്ഷേപം മുന്നോട്ട് വരുന്നുണ്ട്. പെരിന്തൽമണ്ണയിലെ MLA കുറിച്ചാണ് ഈ ആക്ഷേപം വരുന്നത്. അവിടെ ഇതുപോലെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ CSR ഫണ്ടും മറ്റുമൊക്കെ വാങ്ങി ഇതുപോലെ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആക്ഷേപമുണ്ട്. അവരും ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഇടപാടുണ്ട്. അവിടെ ഈ ആളുകളെ, ഉപഭോക്താക്കളുടെ ഒരു വലിയ ലിസ്റ്റ് നേരിട്ട് MLA ചെയർമാനായിട്ടുള്ള ഈ ഫൗണ്ടേഷൻ, മുദ്ര ഫൗണ്ടേഷനോ മറ്റോ വാങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അങ്ങനെ അവരെ കൂടി, ആ പ്രദേശത്തെ ജനങ്ങളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു വലിയ ആക്ഷേപമുണ്ട്, വലിയ ഒരു സംശയം
അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടി ഈ അന്വേഷണം ചെല്ലേണ്ടതുണ്ട്. അങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് MLA-മാർ കാരണമായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ തീർച്ചയായിട്ടും വലിയ നടപടി സ്വീകരിക്കണം. ഞാനതിൻ്റെ ഒരു വലിയ ആഴത്തിലേക്കോ മറ്റോ പോയിട്ടില്ല. ഞാനിപ്പോൾ വരാൻ നേരത്ത് ഡോക്ടർ പി സരിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതെ, ഞാനും കണ്ടിരുന്നു വസീഫ്. ചർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് സരിനിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടാം.